വളരെയേറെ ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ദേവാലയം. നമ്മുടെ സഭയിൽ നിന്ന് മാത്രമല്ല, ഇതര സഭാവിഭാഗങ്ങളിലും മതപ്രസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ധാരാളം ജനങ്ങൾ ഈ ദേവാലയത്തിൽ വരികയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു എന്നത് നമുക്ക് ഏവർക്കും അറിവുള്ള ഒരു വസ്തുതയാണ്. അത്രമാത്രം ദൈവികമായ ചൈതന്യം ഈ ദേവാലയത്തിൽ ഉണ്ട് എന്നതുകൊണ്ടാണ് ധാരാളം ജനങ്ങൾ ഇവിടെ വരികയും ഇവിടെ നിന്ന് ദൈവിക കൃപകൾ ധാരാളമായി സ്വീകരിക്കുകയും ചെയ്തു. ആ ദേവാലയത്തിൽ ഇന്നേ ദിവസം പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കപ്പെടുകയാണ്. ഇതിൻ്റെ വിശുദ്ധിക്ക് കൂടുതൽ തിളക്കം നൽകുന്ന ഒരനുഭവവും സംഭവമാണ് യഥാർത്ഥത്തിൽ പരിമല തിരുമേനിയുടെ തിരുശേഷിപ്പ് ഇവിടെ സ്ഥാപിക്കുന്നത് വഴി ലഭ്യമാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നേ ദിവസം ഇത്രയും ജനങ്ങൾ ദേവാലയത്തിൽ വന്നുകൂടുകയും അനുഗ്രഹകരമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്തു. സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധന്മാരുമായുള്ള സംസർഗവും അവരുടെ മധ്യസ്ഥതയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സഭയുടെ ആധ്യാത്മികതയുടെ ഒരു സവിശേഷത കൂടിയാണ്. പരിശുദ്ധന്മാരോടുള്ള ബന്ധം, അവരുടെ നിരന്തരമായ മധ്യസ്ഥത സഭയുടെ ആധ്യാത്മികതയിൽ വളർത്തുന്നു എന്നത് നമ്മുടെ ബോധ്യവും അനുഭവമാണ്. വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് നമ്മുടെ കർത്താവ് ഏകമധ്യസ്ഥനാകുന്നത്, കർത്താവിന്റെ ഈ മധ്യസ്ഥത നിഷേധിച്ചുകൊണ്ടുള്ള ഒന്നല്ല പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയത്. നമ്മുടെ കർത്താവിന്റെ മധ്യസ്ഥതയിൽ ചേർന്നാണ് പരിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അനുകൂലകമായ ഒന്നാണ്. അതുകൊണ്ട് പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും ക്രിസ്തുവിന്റെ ഈ ലോകത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥതയാണ്. പലപ്പോഴും ഒന്ന് മാത്രം ശരി എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ വീണ്ടും ഈ പൂർവിക വിശ്വാസം പുനഃസ്ഥാപിക്കുവാനുള്ള ഒരു അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കർത്താവിന്റെ മധ്യസ്ഥത ലോകം മുഴുവനും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിൽ അടിയുറച്ച് നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുകയും ചെയ്യുമ്പോഴും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത വളരെ ഗൗരവമായി എടുക്കുന്നു. ക്രിസ്തുവിന്റെ മധ്യസ്ഥതയിൽ പിതാവാമയുടെ മധ്യസ്ഥരുടെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥത അംഗീകാരയോഗ്യമായി തീരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുകയും ചെയ്യും. നാം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കാറ് ഇത് മധ്യസ്ഥത തന്നെയാണ്. ശരീരപ്രകാരം ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയാൽ ക്രിസ്തുവിൽ ഏകമായിരിക്കുന്ന ക്രിസ്തു ശരീരത്തിന്റെ ഭാഗഭാഗങ്ങളായ വിശുദ്ധന്മാരെ പറ്റി അവരുടെ സജീവമായ സാന്നിധ്യം അനുഭവപ്പെടുന്നു എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു കാര്യം. തീർച്ചയായിട്ടും ആ ഒരു ബോധ്യത്തിനും അനുഭവത്തിലുമാണ് വിശുദ്ധന്മാരെ നാം ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ മധ്യസ്ഥതയിൽ ഭയപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടം തീർച്ചയായും പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് ദേവാലയത്തിൽ കൊണ്ടുവരികയും ആഘോഷപൂർവ്വം കൊണ്ടുവരികയും ഇവിടെ ഇന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഈ ദേവാലയത്തിന്റെ വിശുദ്ധിയും ഇതിനോട് ലഭ്യമാകുന്ന അനുഗ്രഹവുമെല്ലാം അതുവഴിയായി വർത്തമാനമായി തീരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും.
പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത പോലെ തന്നെ ആ ഒരു ബന്ധത്തിൽ നാം ചിന്തിക്കുന്ന കാര്യമാണ് പരിശുദ്ധന്മാരുടെ വിശേഷത്തോടുള്ള വണക്കം എന്ന് പറയുന്നത്. അതും പുരാതന കാലം മുതൽ സഭയിൽ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യം. ഇടക്കാലങ്ങൾ അതിൽ ചിലപ്പോൾ അപഭ്രംശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണെന്ന് വരികയും ഈ പൂർവികമായ വിശ്വാസവും വിശേഷത്തോടുള്ള ഭക്തിയും ഇന്നും നമ്മുടെ സഭയിൽ നിലനിർത്തുന്നു എന്നത് നമുക്കറിയാം. ഇത് സഭയിൽ ആരംഭം മുതലുണ്ട് എന്നത് മാത്രമല്ല, ഇത് ആദിമ ക്രൈസ്തവ സഭയിൽ എന്നപോലെ സഭയ്ക്ക് മുമ്പുണ്ടായ പഴയ നിയമസഭയിലും ഇത് തന്നെ ഇത്തരത്തിലുള്ള സമീപനം നമുക്ക് കാണാവുന്നതാണ്. പരിശുദ്ധന്മാരുടെ ശരീരഭാഗങ്ങളോട് മാത്രമല്ല, അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളോട്, അവർ ബന്ധപ്പെടുന്ന വസ്തുക്കളോടെല്ലാം ഇത്തരത്തിലുള്ള ആദരവുകളും കാണുന്നു. പഴയ നിയമത്തിൽ ഏലിയാവിന്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് വായിക്കുന്നു. പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ശരീരത്തോട് ചേർന്ന് ആ ശരീരത്തിന്റെ ബന്ധപ്പെട്ട ഒരു വസ്ത്രഭാഗമാണ്. അത് ഈ ലോകത്ത് നിന്ന് തിരിഞ്ഞപ്പോൾ എലീശാവിന്റെ ഉള്ളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ലഭ്യമാകുന്നതായ ശരീരബന്ധത്തിൽ നിന്ന് ലഭ്യമായതായ പരിശുദ്ധി ആ വസ്തുവിൽ ലഭ്യമായതായിട്ട് മനസ്സിലാക്കുന്നു. കർത്താവിന്റെ അടുക്കൽ വന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ മുന്നിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് വായിക്കുന്നു. കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗം പോലെ വന്നെങ്കിലും അതിലൂടെ സൗഖ്യം ലഭ്യമാകുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്ന കാര്യം. കർത്താവിന്റെ സ്വർഗ്ഗാരോഹണ ശേഷം ആദ്യം ക്രൈസ്തവ സഭയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടായി. പത്രോസിന്റെ നിഴലിൽ വരുന്നവരുടെ സുഖം പ്രാപിക്കുന്നതായവരുടെ ഉറുമാലികൾ രോഗികൾ വഹിക്കുമ്പോൾ അതിന് സഖ്യം ലഭിച്ചതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇത് പുതുതായി അല്ലെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ എവിടെയോ പുതുതായി ആരംഭിച്ചൊരു കാര്യമല്ല. വിശുദ്ധന്മാരോട് അവരുടെ ഭൗതിക ശരീര ഭാഗങ്ങളോട് അവർ ഈ ലോകത്തിൽ ബന്ധപ്പെട്ടതായ വസ്ത്രശകലങ്ങളോടെല്ലാം ഉള്ള വണക്കം, ആദരവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീനമായ വളരെ പൂർവികമായ ഒരു നടപടിയാണ് എന്ന് നമുക്ക് ഒരിക്കലും മറന്നുപോകും. അതുകൊണ്ട് തന്നെയാണ് ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ ഭാഗമായി ഇതിനെ നാം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചിന്ത പലപ്പോഴും